ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. മരണം കവർന്നെടുത്തിട്ടും അറ്റുപോകാത്ത വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായി ഒരു തെരുവ് നായ. പത്തപ്പിരിയം പെരുവിൽക്കുണ്ട് വലിയ പീടികയ്ക്കൽ ആമിനിയുടെ കബറിടത്തിനരികെയാണ് കഴിഞ്ഞ 3 ദിവസമായി ഈ മിണ്ടാപ്രാണി കാവൽ നിൽക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവങ്ങളുടെ തുടക്കം. മകളുടെ വീട്ടിൽ നിന്ന് മടങ്ങുന്നതിനിടെ വീടിന് സമീപം വെച്ച് ആമിന പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ആളൊഴിഞ്ഞ ആ നേരത്ത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഈ സംഭവം അവിടെയുണ്ടായിരുന്ന ഈ നായ കണ്ടു. അസാധാരണമാമിതം കുരച്ചും പരിഭ്രാന്തിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും നാട്ടുകാരെയും വീട്ടുകാരെയും വിവരമറിയിക്കാൻ ഈ മിണ്ടാപ്രാണി പരമാവധി ശ്രമിച്ചു. നായയുടെ നിർത്താതെയുള്ള കുര കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ആമിനെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആമിനയുടെ വേർപാടിലും ആ സ്നേഹബന്ധം അവസാനിച്ചില്ല. മരണാനന്തര ചടങ്ങുകൾക്കായി മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുവിനെ പോലെ ഈ നായയും വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഖബറടക്കം കഴിഞ്ഞ് ബന്ധുക്കളും സുഹൃത്തുക്കളും പിരിഞ്ഞുപോയിട്ടും ഖബർസ്ഥാനിൽ നിന്ന് മടങ്ങാൻ ആ നായ തയ്യാറായില്ല. കഴിഞ്ഞ 3 ദിവസമായി ആമിനയുടെ മക്കളും പേരക്കുട്ടികളും ഖബർ സന്ദർശനത്തിനായി എത്തുമ്പോൾ അവർക്കൊപ്പം ഈ നായയുമുണ്ട്. അവർ മടങ്ങുന്നതുവരെ ഖബറിന് സമീപം ഒരനക്കവുമില്ലാതെ അത് കാവലിരിക്കുന്നു. ആമിന നൽകിയിരുന്ന ഭക്ഷണത്തിനുള്ള നന്ദി മാത്രമല്ല, അവർ പകർന്നു നൽകിയ കരുണയ്ക്കുള്ള പ്രത്യുപകാരമായാണ് ഈ കാവലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ താത്ത, അതായത് ഈ ഉമ്മ മരിച്ചത് കഴിഞ്ഞതിന് ശേഷം മക്കളെല്ലാവരും വന്നിട്ട് 5 വക്തിന് മക്കളെല്ലാവരും വന്നിട്ട് ഖബറിൻ്റെ അടുത്തേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പോകും. അതിൻ്റെ കൂടെ ഈ നായും ഇവരെ ഒപ്പം പോരും. ഈ മക്കളെല്ലാവരും വന്ന് പള്ളിയിലോട്ട് കയറുമ്പോൾ ഈ നായ പോയിക്കൊണ്ട് ഖബറിനൊക്കെ പോയി കിടക്കും. അങ്ങനെ ഈ മക്കൾ നമസ്കാരം കഴിഞ്ഞാണ്ട് ഖബറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നായ അവിടെ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോരുമ്പോൾ അതിൻ്റെ കൂടെ ഈ നായും തിരിച്ചു വന്ന് അവരെ വീട്ടിലേക്ക് പോകും. ഈ മരിച്ചതെന്ന് പറഞ്ഞാൽ താത്ത അവൻ്റെ മരുമോൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ഈ താത്താൻ്റെ മരുമോൻ്റെ അടുത്ത് പോയിരുന്നു. അങ്ങനെ താത്ത തിരിച്ചു വന്നപ്പോൾ അവിടെ ആരുമില്ല, വീട്ടിൽ ആരുമില്ല. ഇനി അവിടുത്തെ മരുമോൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിരുന്നു, എന്തൊക്കെയോ ഇതിന് വേണ്ടിയിട്ട് പോയിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ഈ താത്താന് മരണം പിടികൂടുന്നത്. ആ പിടികൂടുന്ന സമയത്ത് അവിടെ ആരും ഇല്ലാത്തപ്പോൾ ഈ നായയാണ് ഒച്ചും വിളി ഉണ്ടാക്കിയാണ്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടിയത്. ഈ നായയാണ്. ആ നായൻ്റെ എന്നുമില്ലാത്ത ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടാണ് ജനങ്ങൾ അവിടെ കൂടി. അങ്ങനെയാണ് ജനങ്ങൾ ഇത് അറിയുന്നത്, ഈ താത്ത മരിച്ചു കിടക്കണമെന്ന് അറിയുന്നത്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണം സ്ഥിരീകരിച്ചു. മനുഷ്യർക്കിടയിൽ സ്നേഹവും വിശ്വാസവും മങ്ങുന്ന കാലത്ത് ഈ തെരുവനായയുടെ നിശബ്ദമായ സ്നേഹം കാണുന്നവരുടെ കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.